നമ്മൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്താൽ ആദ്യം യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യണം. യൂസർ നെയിമിനകത്ത് ഫസ്റ്റ് നമ്മൾ അഡ്മിൻ, അതിൽപോലെ അഡ്മിൻ്റെ ഒരു പാസ്വേഡും കാണും. ഈ അഡ്മിൻ യൂസർ ആയിരിക്കും സോഫ്റ്റ്വെയറിൻ്റെ കംപ്ലീറ്റ് പ്രിവിലേജും എല്ലാ ആക്സസും സോഫ്റ്റ്വെയറിലുള്ളത് അഡ്മിൻ യൂസറിനായിരിക്കും. ഇതുകൂടാതെ നമുക്ക് അഡീഷണൽ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ആ യൂസറിന് ജസ്റ്റ് ബില്ല് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ എക്സ്പെൻസും കാര്യങ്ങളുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്യുക. അങ്ങനെയുള്ള ഓപ്ഷൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സിസ്റ്റത്തിനകത്ത് ബില്ല് എന്തെങ്കിലും കാരണവശാൽ ഡിലീറ്റ് ചെയ്യേണ്ടി വരിക, അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ പുതിയ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യുക, ഐറ്റത്തിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമൽ യൂസേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം നമ്മൾ അഡ്മിൻ യൂസറിലാണ് ഇപ്പം ലോഗിൻ ചെയ്യുന്നത്. അഡ്മിൻ യൂസർ ലോഗിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വിൻഡോ ആണിത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാറ്റഗറീസ് കാണും, നമ്മുടെ മെനുവിലുള്ള കാറ്റഗറീസ് കാണും. അതുപോലെ തന്നെ ഓരോ കാറ്റഗറീസിലും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ പാനൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ കാറ്റഗറിയിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ലിസ്റ്റ് ആവും. കാറ്റഗറി മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഐറ്റംസിൻ്റെ ആ കാറ്റഗറിയിലുള്ള ഐറ്റംസ് ആയിരിക്കും ആ വിൻഡോയിൽ ലിസ്റ്റായി കാണിക്കുന്നത്. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം റൈറ്റ് സൈഡിലുള്ള ഓർഡർ പാനലിൽ ലോഡാവും. ഇനിയും ഈ സെയിം ഐറ്റം തന്നെ ഒന്നിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അത്രയും തവണ നമ്മളിതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂടും. അതുപോലെ തന്നെ ഈ ഓർഡർ ലോഡായ സ്ഥലത്ത് തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള മൈനസിൽ ഈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി കുറയും. അതുപോലെ തന്നെ അതിലുള്ള പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐറ്റത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാനും പറ്റും. ഇനിയും ഒരു ഐറ്റം ഒരു 50 പീസൊക്കെയാണ് കസ്റ്റമർ ഓർഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ആ ക്വാണ്ടിറ്റി എൻ്റർ ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഐറ്റം ഡയറക്റ്റായിട്ട് നമുക്ക് 50 പീസ്, അതല്ലെങ്കിൽ 50 ടൈംസ് നമ്മളിതിൽ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഓപ്ഷൻ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ ആഡ് ചെയ്തു. ഇൻ കേസിൽ ബൈ മിസ്റ്റേക്ക് ഏതെങ്കിലും ഒരു ഐറ്റം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം നമുക്ക് ഡെലിവറി ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ ഡൈനിങ് ഉണ്ട്, അതായത് ടേബിൾസിൽ നമ്മൾ സെർവ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഓൺലൈനിൽ സ്മൈൽസ്, അതുപോലെ തന്നെ തലഭാഗത്ത് അതുപോലുള്ള ആപ്ലിക്കേഷൻ വരുന്ന ഓർഡർ പ്ലേസ് ചെയ്യാനാണ് ഈ സ്മൈൽസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ടേബിൾസിലാണെങ്കിൽ നമുക്ക് ടേബിൾ സെലക്ട് ചെയ്യാം. ആ ടേബിളിൽ നമുക്ക് ഒന്നിലധികം വെയിറ്റേഴ്സ് ഉണ്ടെങ്കിൽ, സപ്ലയർ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സപ്ലയർ എത്ര ഓർഡർ എടുത്തെന്നുള്ള ഇത് കിട്ടാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലുള്ള ടേബിൾസ് എല്ലാം ഇവിടെ ലിസ്റ്റായി വരും. അതുപോലെ തന്നെ ആ ടേബിളിനെ തന്നെ നമ്മൾ വീണ്ടും മൾട്ടിപ്പിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ടേബിളിൽ തന്നെ ഒന്നിലധികം കസ്റ്റമേഴ്സ് ഇരുന്ന് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി ഡെലിവറി ആണെങ്കിൽ നമ്മൾ ഡെലിവറി ഓപ്ഷൻ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കസ്റ്റമറുടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ അവരുടെ അഡ്രസ്സ് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഓൾറെഡി സേവ് ചെയ്തിരിക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ, നമ്മൾ വൺസ് ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ ഫസ്റ്റ് ടൈം ഇവിടെ എൻ്റർ ചെയ്ത് അവരുടെ അഡ്രസ്സും ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. നെക്സ്റ്റ് ടൈം നമ്മൾ ജസ്റ്റ് ആ നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ലിസ്റ്റ് ആവും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓർഡർ കിച്ചണിലേക്ക് കയറ്റി പോകും. അതിൽ അഡ്രസ്സ് കാണും, അതുപോലെ തന്നെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന ബില്ലിലും അഡ്രസ്സ് കാണും. അതനുസരിച്ച് നമുക്ക് ഐറ്റം ഓർഡർ ഡെലിവറി ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നമുക്കിപ്പോൾ ഓരോ ഐറ്റത്തിലും എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്പൈസി, നോൺ സ്പൈസി, അതല്ലെങ്കിൽ ജ്യൂസിൻ്റെ കേസിലാണെങ്കിൽ ഐസ്, വിത്തൗട്ട് ഐസ്, അതുപോലെ തന്നെ നോ ഷുഗർ, ഇതൊക്കെ നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട് ഇവിടെ. അപ്പം ഏത് ഐറ്റത്തിനാണോ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ആ കറസ്പോണ്ടിങ് ഐറ്റത്തിൽ ഈ കമൻറ്റൂടെ ഇൻക്ലൂഡ് ആയിട്ടായിരിക്കും കിച്ചണിലേക്ക് കയറ്റി ചെല്ലുന്നത്. അതനുസരിച്ചിട്ട് അവർക്ക് ആ ഓർഡർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് വരുന്ന ബിൽ കമൻറ്റാണ്. ബിൽ കമൻറ്റിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കസ്റ്റമർ ഇപ്പോൾ 1 അവർ കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്താൽ മതി, അങ്ങനെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബില്ലിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുകൂടിയായിരിക്കും ബില്ല് പ്രിൻ്റായി വരുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ആ ഡെലിവറി അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഓൺലൈൻ ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ കേസ് ഓൺലൈനിൽ നമ്മൾ സെയിലാക്കുന്ന പ്രോഡക്റ്റ്സ് ഐറ്റത്തിന് റേറ്റ് വേരിയേഷനുണ്ട്. നമ്മൾ ഓൾറെഡി ഷോപ്പിൽ സപ്ലൈ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലല്ല ഓൺലൈനിൽ കൊടുക്കുന്ന ആ ഒരു പ്രൈസ് ലിസ്റ്റ് അല്ല ഓൺലൈനിലെങ്കിൽ നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഓൺലൈൻ പ്രൈസിലേക്ക് സോഫ്റ്റ്വെയറിലെ ഐറ്റത്തിൻ്റെ പ്രൈസ് ചേഞ്ച് ആവും. അതനുസരിച്ച് നമുക്ക് ആ പ്രൈസ് ആയിരിക്കും പിന്നീട് ആ ഓർഡർ ഓൺലൈനിൽ ഓർഡർ പ്രൈസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രൈസിലായിരിക്കും ബില്ല് ജനറേറ്റ് ആവുന്നത്. ഇനി അടുത്തായിട്ട് വരുന്ന ഇതാണ് മേജറായിട്ടുള്ള
ഫ്രണ്ടിലുള്ള, അതായത് നമ്മുടെ POSലുള്ള ഫീച്ചേഴ്സ്. ഇനി ഇതിൻ്റെ ബാക്ക് എൻഡിൽ നമുക്ക് വരുന്നത് അതുപോലെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ ഈ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൈസ് എന്തിനാണെന്ന് വെച്ചാൽ ചില സമയത്ത് നമുക്ക് കസ്റ്റമർ എന്തെങ്കിലും അഡീഷണൽ സലാഡ്, അതായത് അഡീഷണലായിട്ട് എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ ഓൾറെഡി ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടില്ലാതെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്, ആ ബിരിയാണിയുടെ പ്രൈസ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്, പക്ഷേ സലാഡ് അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. കസ്റ്റമർ അഡീഷണലായിട്ട് എന്തെങ്കിലും ഐറ്റംസ് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു, ആ ഐറ്റം നമ്മുടെ സെല്ലിംഗ് ലിസ്റ്റിലുള്ള അല്ല എങ്കിൽ നമുക്കിവിടെ അതിൻ്റെ പ്രൈസ് ആ ബിരിയാണിയുടെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രൈസ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ഒരു കോളം വെച്ചിരിക്കുന്നത്. ഇനി ഡയറക്റ്റ് കസ്റ്റമർ പേയ്മെൻറ്റ്, ഇനി ഓൾറെഡി ഓർഡർ പ്ലേസ് ചെയ്തില്ല, KOT കൊടുക്കാതെ തന്നെ നമുക്കൊരു കസ്റ്റമറെ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനായിട്ടാണ് ഈ ഡയറക്റ്റ് ക്യാഷ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഓർഡർ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ബില്ല് നമുക്ക് കളക്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അതുപോലെ തന്നെ ഇവിടെ ഡെലിവറി ഇൻ സ്മൈൽസ് അങ്ങനെ 3 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് കറൻ്റ്ലി റണ്ണിങ് ആയിട്ടുള്ള ഡെലിവറി ഓർഡറിൻ്റെ, അതുപോലെ തന്നെ ഡൈനിങ് ഓർഡറിൻ്റെ, അതുപോലെ തന്നെ ഓൺലൈൻ സ്മൈൽസ്, അതുപോലുള്ള ആപ്ലിക്കേഷൻ വരുന്ന ഓർഡറിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയാണ് ഈ 3 ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെലിവറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഡെലിവറി ഐറ്റംസിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും. ഓരോ ഓർഡർ, അതിൻ്റെ ബിൽ നമ്പർ, അതിൻ്റെ കംപ്ലീറ്റ് അഡ്രസ്സ്, ഡീറ്റെയിൽസ് എല്ലാ ഐറ്റംസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ കളർ ചേഞ്ച് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഒരു കളർ കൊടുത്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ബ്ലൂ കളർ വരുന്നത് നമ്മൾ ഓർഡർ ഓൾറെഡി പ്ലേസ് ആയി, അത് ഡെലിവറി ബോയ് അടുത്ത ഡെലിവറിക്കായിട്ട് ഇവിടുന്ന് ഔട്ട് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത്. ഈ റെഡ് കളർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ 20 മിനിറ്റിനുള്ളിൽ ആ ഐറ്റം ഡെലിവറി പോയിട്ടില്ല എങ്കിൽ അതിൻ്റെ കളർ ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ചായി റെഡ് കളറിലേക്ക് മാറും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയതിൻ്റെയാണ് ഈ ഒരു പിങ്ക് കളറിൽ ഇവിടെ ഡിസ്പ്ലേ ആയിരിക്കുന്നത്. നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടില്ലാത്ത കേസ്, ഞാനിപ്പോൾ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. ഈ ഓർഡർ ഒരു ഫോൺ നമ്പറിലേക്ക് നമ്മളൊരു കസ്റ്റമറിന് ഡെലിവറി കൊടുക്കുകയാണ്, ഓൾറെഡി ഉള്ള കസ്റ്റമറാണ്, ഡെലിവറി പ്ലേസ് ആയി. ഓക്കെ. ഇതിപ്പോൾ KOT പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഡെലിവറിയുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്രീൻ കളറിൽ കാണും. ഈ ഗ്രീൻ കളറിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഐറ്റം ഇതുവരെ ഡെലിവർ ആയിട്ടില്ല, ഓർഡർ പോയിട്ടേ ഉള്ളൂ. ഇനിയും ഓർഡർ ഡെലിവറി ആയിട്ടുണ്ടെങ്കിൽ അത് കളർ ചേഞ്ച് ആയിട്ട് ഈ ഒരു ബ്ലൂ കളറിലേക്ക് മാറുകയും, അതുപോലെ തന്നെ ഓർഡർ വിത്തിൻ 20 മിനിറ്റ്സിനുള്ളിൽ പ്ലേസ് ആയിട്ടില്ല എങ്കിൽ അത് വീണ്ടും റെഡ് കളറിലേക്ക് മാറുകയും ചെയ്യും. എപ്പോഴാണോ അതിൻ്റെ പേയ്മെൻറ്റ് നമുക്ക് റിസീവ് ആകുന്നത് ആ ടൈമിൽ മാത്രമേ നമുക്ക്, ഫോർ എക്സാമ്പിൾ ഈ ഒരു ഓർഡർ നമ്മൾ ക്യാഷ് റിസീവ് ചെയ്യുകയാണ്, അത് റിസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കളർ പിങ്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓരോ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇതിനകത്ത് നമുക്ക് ഐറ്റംസ് ഈ കാറ്റഗറി ലിസ്റ്റ് ചെയ്തിട്ടും എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഐറ്റത്തിൻ്റെ നമ്പർ അതല്ലെങ്കിൽ ഐറ്റത്തിൻ്റെ നെയിം കൊടുത്തിട്ട് സെർച്ച് ചെയ്താലും നമുക്ക് ഈസി ആയിട്ട് ഐറ്റം ഫൈൻഡ് ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് എൻഡ് എന്താണെന്ന് നോക്കാം. ബാക്ക് എൻഡിൽ മെയിനായിട്ട് റിപ്പോർട്ട്സും കാര്യങ്ങളുമാണ് വരുന്നത്. അതിൽ വരുന്നത് ഫസ്റ്റ് മെയിൻ മെനു, അതായത് ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് ഈ മെയിൻ മെനുവിലാണ് വരുന്നത്. അതുപോലെ ഡേ ക്ലോസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൈം ചിലപ്പോൾ നമ്മൾ 12 മണിക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, 24 hours ആണെങ്കിൽ ടൈമിങ്ങിൻ്റെ വേരിയേഷൻ വരും. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടായിരിക്കും ഡേ ക്ലോസ് റിപ്പോർട്ടിനകത്തുള്ളത്. ഇനി ബിൽ റിപ്പോർട്ട് ബൈ ഡേറ്റ് എന്നുള്ളത് ഡേറ്റ് വൈസ് നമ്മുടെ സെയിലും കാര്യങ്ങളും അറിയാനായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 2 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ക്ലോസ് ബില്ലും ഓപ്പൺ ബില്ലും. അതായത് നമ്മളിപ്പോൾ റണ്ണിങ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് എത്ര ബില്ല് ക്ലോസ് ആയി ഇതുവരെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ടാണ് ഈ 2 റിപ്പോർട്ടുകളുള്ളത്. അടുത്തത് ബിൽ റിപ്പോർട്ട് ബൈ യൂസേഴ്സ്. നമ്മൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ സോഫ്റ്റ്വെയറിലെങ്കിൽ ഓരോ യൂസർ ബൈ എത്ര സെയിൽ നടന്നിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ബിൽ റിപ്പോർട്ട് ബൈ ഡെലിവറി സ്റ്റാഫ്. ഓരോ ഡെലിവറി സ്റ്റാഫ് നമുക്കൊന്നിലധികം ആൾക്കാരുണ്ടെങ്കിൽ ഓരോ ഡെലിവറി സ്റ്റാഫ് എത്ര ദിറംസിൻ്റെ ഡെലിവറി ഡെയിലി ചെയ്യുന്നുണ്ടെന്ന് അറിയാനായിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഐറ്റം റിപ്പോർട്ട്, നമുക്ക് ഓരോ ഐറ്റംസിൻ്റെ സെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഐറ്റം വൈസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഏത് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. സമ്മറി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മറി ഒരു ടോട്ടൽ ഒരു ആവറേജ് സമ്മറി നമുക്ക് എപ്പോഴും കിട്ടും. അതിൽ നിന്ന് ആവറേജ് സമ്മറി അല്ല, കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ സെയിൽ ട്രാൻസാക്ഷൻ. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ടോട്ടൽ ക്യാഷ് സെയിൽ ഇത്ര മെസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ സെയിലും കാര്യങ്ങളും, ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, റിട്ടേൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ എക്സ്പെൻസ് നമ്മൾ എൻട്രി ചെയ്യുന്ന കാര്യങ്ങൾ, അത് നമുക്ക് ആ ഡേറ്റ് വൈസ് ആയിട്ട്